കുറേ കാലമായില്ലേ കണ്ടിട്ട്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതായത് ഞാനിപ്പോൾ പാർവതി സീരിയലല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ തിരക്ക്, പിന്നെ അല്ലാണ്ട് വേറെ കുറച്ച് അങ്ങനെ ചില തിരക്കുകളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് നാളെ ഇപ്പം ഷൂട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പാക്കിങ് തിരക്കുകളിലായിരുന്നു ഇന്നിപ്പോൾ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പാക്ക് ചെയ്താലോ? ഇത്രയും സാരീസാണ് ഞാൻ ഈ ഒരു ഷെഡ്യൂളിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത്. അവിടെയെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സാരീസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഷിഫോൺ ടൈപ്പോ ഗാർഡൻ സാരീസോ ഈ ഫ്ലോറൽ പ്രിൻറ്റഡ് സാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സുശീല എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഒരു ടൈപ്പാണ് ഞാൻ കൊണ്ടുവരാൻ പറ്റുന്നത്. ഈ പൂജ സമയത്ത് മാത്രം ഞാൻ സെറ്റ് സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിംഗ് സെഷൻ തുടങ്ങാം. ഞാൻ എപ്പോഴും ഈ പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടിക്ക് അകത്തായിട്ട് എപ്പോഴും പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ അടിക്കി വയ്ക്കുന്നത്. അതെന്തിനാണ് പേപ്പർ ഇടുന്നതെന്ന് ചോദിക്കുന്നത് ഇതെഴുതുന്നില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പേപ്പർ ഇട്ടിട്ട് അങ്ങനെ എടുക്കാവൂ, ഇല്ലെങ്കിൽ പൊടിയൊക്കെ പിറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പേപ്പർ ഇട്ടിട്ട് അടക്കിയിട്ടുള്ളത്. ബ്ലൗസസ് ഒക്കെ ഞാൻ വേറൊരു ബാഗിലാണ് പാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വെക്കത്തില്ല. ഇത് ചെന്നിട്ട് പിന്നെ ഇതിനൊക്കെ എടുത്ത് മാറ്റി അടിയിലിരിക്കുന്ന സാരിയോട് കൂടി എടുക്കുമ്പോഴത്തേക്കും ഈ മേലെ ഇരിക്കുന്നതിനെ കൂടി വലിച്ച് വാരിയിട്ട് അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ളതൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബ്ലൗസസ് എല്ലാം വേറൊരു ബാഗിൽ പാക്ക് ചെയ്യും. അത് കാണിച്ചു. പിന്നെ ഇത്തവണ നമുക്ക് 2 പൂജയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരി, രണ്ട് സെറ്റ് സാരി. ഞാൻ ഇത്തവണ സെറ്റ് സാരിയാണ് ചോദിച്ചത്. ലാസ്റ്റ് ഷെഡ്യൂളിലൊരു പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് സെറ്റ് മുണ്ടുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഞാൻ സെറ്റ് സാരിയാണ്. ഈ കുഞ്ഞായിട്ടാണ് ഞാൻ എപ്പോഴും മടക്കി വയ്ക്കുന്നത്. ഇങ്ങനെ മടക്കി വെച്ചാൽ എനിക്കത് നല്ല സ്പേസ് ഉണ്ടായിരിക്കും. നമുക്ക് കൂടുതൽ ഡ്രസ്സസ് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ റോളാക്കി അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഇത് ഞാൻ പ്ലീറ്റ് എടുത്ത് ഷോൾഡർ പ്ലീറ്റൊക്കെ എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ മടക്കി വെച്ചേക്കുന്നത്. എൻ്റെ എല്ലാ സാരീസും ഇതുപോലെ റോളാക്കിയാണ് ഞാൻ മടക്കി വയ്ക്കുന്നത്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നല്ല സ്പേസ് ഉണ്ടായിരിക്കും. എനിക്ക് മിക്സ്ഡ് കളേഴ്സാണ്. ലാസ്റ്റ് ടൈം ഞാൻ കൊണ്ടുപോയപ്പോൾ നിറയെ പിങ്ക് സാരീസ് അങ്ങനെ അത് കൂടുതലായിരുന്നു. അപ്പം ഇതേപോലത്തെ സാരീസാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതുപോലെ റോളാക്കി വെച്ചാൽ എനിക്ക് വളരെ ഈസിയാണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്കും നല്ലോണം സ്പേസ് ഉണ്ടാക്കി പറ്റിയത്. പിന്നെ ചില സാരീസ് ഞാൻ മുന്നിട്ട് റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. തന്നെ അങ്ങനെ കുറച്ച് സാരീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സീനൊക്കെ ഇട്ട് സാരീസ് ഉണ്ടാവില്ല. ഞാനതൊക്കെ മാറ്റി വയ്ക്കില്ല. ഞാനിത് ഞാൻ കുറച്ച് സാരീസ് ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ സാരീസ് തീരാറാവുമ്പോൾ ഞാൻ അവിടെ തീരാറാവുമ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയിട്ട് അത് കൊണ്ട് വെച്ചിട്ട് ഞാൻ ഈ ഷെഡ്യൂൾ എനിക്ക് തുടങ്ങുന്ന ദിവസം ഞാൻ ജോയിൻ ചെയ്യുന്ന ദിവസം ഞാൻ ഡ്രസ്സസ് കൊണ്ടുപോയി ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് തീരുന്ന ദിവസമാണ് ഞാൻ പിന്നീട് എടുത്തിട്ട് വരുന്നത്. അല്ലാണ്ട് ഞാൻ അതിനിടയിൽ ഞാൻ ഒരു സാരി ഞാൻ അവിടെ എടുത്തിട്ട് വരയ്ക്കുന്നതാണ്. നമുക്ക് കണ്ടിന്യൂറ്റി ഒക്കെ വരും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും എൻ്റെ കഷ്ടകാലത്തിന് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മറന്നിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ പൊതുവേ ഞാൻ ഈ ഒരു സംഭവം കഴിക്കുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് എടുക്കത്തില്ല. ബ്ലൗസൊക്കെ വാഷ് ചെയ്യാനുണ്ടെങ്കിലും ഞാൻ വാഷ് ചെയ്തിട്ട് കാണുന്ന സ്ഥലത്തായിരിക്കും രാവിലെ എണീക്കുമ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പിന്നെയും ടെൻഷൻ അലാമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ എടുത്തിട്ട് പോകും. സോ ഇന്നിപ്പോൾ ഇത്രയും സാരീസാണ് ഞാൻ ഈ ഒരു ഷെഡ്യൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇത് തീരാറാകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും അടുത്ത സെറ്റ് കൊണ്ടുപോകും. ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് ഞാൻ എന്നെ നോക്കില്ല, അങ്ങനെ പോയി ഒരു 10-12 നോക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബ്ലൗസസൊക്കെ ഇനി നമ്മൾ വേറൊരു പെട്ടിയാണ് എടുത്തിട്ട് ചെറിയ ബാഗിലാക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്യാവുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇതിൽ മതി. ആൻഡ് മറ്റേ ബാഗിലൊക്കെ പോലെ തന്നെ ഇതിനകത്ത് ന്യൂസ് പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ റെഡിയാണ്. പറഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് സാരി ജീൻസിൻ്റെ ടോപ്സ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാറുണ്ടായിരുന്നേ. മിക്കവരും അങ്ങനെ ഇടാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു സാധനം ട്രൈ ചെയ്യാറുണ്ട്. ഒരു റെഡ് പ്ലെയിൻ കളർ സാരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഇടാനുള്ള ബ്ലൗസാണിത്. കുറച്ച് വർക്കൊക്കെയുള്ള കുറച്ച് ഹെവി ബ്ലൗസാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെപ്പോഴും ചിരിച്ച് മടക്കി വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മിററോ ഒക്കെ ആയി പോയാൽ പിന്നെ അങ്ങനെ പോകില്ല. സ്കേർട്സാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതേ ഷേപ്പ് എനിക്കല്ലോ എനിക്കതൊട്ടും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാനെപ്പോഴും പുഷ്കട്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെ റെഡിയായി. ഇനിയിപ്പോൾ നാളെ ഷൂട്ടിന് പോയാൽ മതി. ഫുൾ സെറ്റാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ കമൻസിൽ പറയുക. ഇനി ഇതുപോലെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ വീഡിയോസ് ചെയ്യാൻ ഞാൻ നോക്കാം. സോ അണ്ടിൽ ദെൻ ബൈ.